സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് ഇടത് ഹാൻഡിലിൻ്റെ പേജിൽ, അതും എറണാകുളം ജില്ലയുടെ ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ ഇടത് ഹാൻഡിലിൻ്റെ പേജിൽ ഒരു പോസ്റ്റർ കണ്ടത്. ബീച്ച് എന്നാൽ കാപ്പാട് എന്നാണ്. കൊച്ചിൻ കോർപ്പറേഷൻ, അതായത് എറണാകുളം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട കോർപ്പറേഷൻ, ചരിത്രപരമായും അതുപോലെ തന്നെ വലിയ വികാസങ്ങൾ ഉള്ള ഒരു കോർപ്പറേഷനായ കൊച്ചിൻ കോർപ്പറേഷനിലെ ഒരു ബീച്ചിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ബീച്ച് എന്നാൽ കാപ്പാട് എന്നല്ല. എറണാകുളം ജില്ലയുടെ ബീച്ചിലെ ഈ അവസ്ഥ ഇങ്ങനെയാണ്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലറോട് സംസാരിച്ചപ്പോൾ CSML പദ്ധതികൾ മാത്രം ആണ് കുറച്ച് കഴിഞ്ഞ 5 വർഷങ്ങളായി ഇവിടെ നടന്നു പോയിട്ടുള്ളത്. യാതൊരുവിധ നവീകരണ പ്രവർത്തനങ്ങളും ഒരു കോൺഗ്രസ് ഡിവിഷൻ ആയതിൻ്റെ പേരിൽ ഇവിടെ നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ കൊച്ചിക്കാർ കാപ്പാട് പോയി ബീച്ച് കാണുന്നു അല്ലെങ്കിൽ ആസ്വദിക്കണോ? ഫെസ്റ്റിവൽ ടൈമുകളിലെല്ലാം, അതായത് കാസർഗോഡ് മുതൽ അല്ലെങ്കിൽ കന്യാകുമാരി മുതൽ എല്ലാവരും ഹബ്ബായി തമ്പടിക്കുന്ന കൊച്ചി ബിനാലയും അതുപോലെ തന്നെ കാർണിവലുമെല്ലാം ഉള്ളൊരു പ്രദേശമാണ്. അവിടുത്തെ ബീച്ചിൻ്റെ ശോചനീയാവസ്ഥയിലൂടെ നിങ്ങളൊന്ന് കണ്ണോടിക്കൂ. ഇനിയും വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാമാണ്. കപട PR വർക്കുകളുടെ മുഖമൂടി ഇവിടെ അഴിഞ്ഞു വീഴുകയാണ്. ശരിക്ക് കൊച്ചിയെ കൊള്ളയടിച്ച CPM ഡബിൾ എഞ്ചിനായി മാറുകയാണ് ഈ 5 വർഷക്കാലം. എറണാകുളം CPIMൻ്റെ ഒഫീഷ്യൽ പേജിൽ ഒരു പരസ്യം വന്നായിരുന്നു, കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. എറണാകുളം എന്ന് പറയുന്ന ഒരു വലിയ പ്രദേശത്ത് ഏറ്റവും വലിയൊരു കോർപ്പറേഷനാണ് കൊച്ചിൻ കോർപ്പറേഷൻ. വലിയ മുഖം, ഹെറിറ്റേജ് സിറ്റി, പരമ്പരാഗതമായി ഒരുപാട് ചരിത്രമുള്ള സ്ഥലം. അപ്പോൾ അവരിട്ട പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ചാണെങ്കിൽ കാപ്പാടാണെന്നാണ്. അപ്പോൾ കൊച്ചിക്കാർ കാപ്പാടിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. അല്ല, കൊച്ചിയിലെ ബീച്ചിന് ഒരു 2.5 വർഷം മുമ്പ് മുഹമ്മദ് റിയാസ് മന്ത്രി ഇവിടെ വന്നതാണ്. വന്ന് നോക്കി ബീച്ചിൻ്റെ അവസ്ഥ നോക്കിയിട്ട് പിന്നെ പോയിട്ട് പിന്നെ അദ്ദേഹം പിന്നെ ഈ വഴിക്കേ വന്നിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ കാണാം ഫോർട്ട് കൊച്ചി ബീച്ചിന് ലോകത്തില്ലാത്ത ആളുകൾ, ടൂറിസ്റ്റുകൾ മുഴുവൻ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ടൂറിസം ഫോർട്ട് കൊച്ചിയിൽ ഒരു പൂട്ടിയിട്ട തരത്തിലുള്ള ടൂറിസമാണ്. അതായത് ഇവിടെ ടൂറിസം വളരരുത്. ടൂറിസം അത് UDF കൗൺസിലർ ആയതുകൊണ്ട് മാത്രം അത് ടൂറിസം ഇവിടെ വേണ്ട എന്നുള്ള സ്റ്റൈലിലാണ്. പക്ഷേ കേരളത്തിലെ ഇപ്പോൾ ഫെസ്റ്റിവൽസ് സീസൺ വരെയാണെങ്കിൽ കേരളത്തിലെ കാസർഗോഡ് മുതൽ അല്ലെങ്കിൽ കന്യാകുമാരി മുതൽ എല്ലാവരും തമ്പടിക്കുന്ന ആൾക്കാർ വരുന്നത് ഇവിടെയാണ് ബിനാലെ. എന്നിട്ട് പോലും ഈ ഒരു കൊച്ചിൻ കോർപ്പറേഷന്റെ കീഴിലുള്ള ഈ ബീച്ചിന് ഒരു പ്രാധാന്യം നൽകുന്നില്ല. ഇല്ല, കൊച്ചി കോർപ്പറേഷന്റെ എന്തെങ്കിലും പദ്ധതികൾ നടന്നിട്ടുണ്ടോ CSML അല്ലാതെ? അല്ല, കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഒരു പദ്ധതിയില്ല. ഇപ്പം ഇവിടുത്തെ ഈ ടൈൽസ് പൊളിഞ്ഞ് കിടന്നിട്ട് ഇവിടുത്തെ ലൈറ്റ് ഇല്ലാതെ വന്നിട്ട് എനിക്ക് എന്നെ സഹായിച്ച KMR ബെഹ്റയാണ്. അതിന് ബെഹ്റയാണ് ഇവിടെ നമുക്ക് ഇതിന്റെ നവീകരണ പ്രവർത്തനവും അതുപോലെ 60 സ്ട്രീറ്റ് ലാംപ്സും ഇത് കോർപ്പറേഷനെ കൗൺസിൽ നിരന്തരം ആവശ്യപ്പെട്ട് നടന്നില്ല, അംഗീകരിക്കാതെ മറ്റൊരു വഴി KMR പുറകെ പോയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടി വന്നു. ഇവിടെ മെയിൻ വർക്കുകളൊക്കെ വരുമ്പോൾ, മെയിൻ പദ്ധതികൾ വരുമ്പോൾ നമുക്ക് ഇവിടെ പല പദ്ധതികൾ വന്നുമ്പോൾ അത് തടയപ്പെടുന്ന രീതിയിൽ. ഇപ്പോൾ ചീനവല നവീകരണം, നമ്മൾ കൊച്ചിയിലെ ഏറ്റവും വലിയൊരു സിഗ്നേച്ചറാണ് ചീനവല. ആ ചീനവല പോലും അവർക്ക് വലുത് കാപ്പാട് ബീച്ചാണ്. അപ്പൊ കൊച്ചിയിലേക്ക് ആരും വരണ്ട. അത് UDF വാർഡായതുകൊണ്ടും ഡിവിഷൻ ആയതുകൊണ്ടും കൗൺസിലർ ആയതുകൊണ്ടും ഫോർട്ട് കൊച്ചിയിലേക്ക് ആരും വരണ്ട. ഇനിയിപ്പോ LDF ആണെങ്കിൽ ഒരു പദ്ധതികൾ, കുറെ പദ്ധതികളായിട്ട് ശരിക്കും ഒരു കൊള്ളയടിച്ച 5 വർഷം വരുന്നത്.